വയനാട് ജില്ലയിലെ കൽപ്പറ്റയ്ക്കടുത്തുള്ള തൃക്കേപ്പേറ്റ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉറവ് എന്ന് പറയുന്ന സംഘടനയുടെ അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ഒരു സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മുളയുടെ സംരക്ഷണവും മുളയുടെ വളർത്തലിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പ്രചാരണവും ഒക്കെ നടത്തുന്നുണ്ടെന്നും അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് സുധീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൊട്ടോണിസ്റ്റ്, ഒരു കൃഷി ശാസ്ത്രജ്ഞൻ കൂടെയാണ് അദ്ദേഹം നമ്മളെ ഇക്കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തു. ഉറവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഫാം, അതായത് മുള വളർത്തി ഓരോ മുളകളും വളർത്തിക്കൊണ്ട് വന്ന് അത് പിന്നെ വരുന്നവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. അവിടെ ചെന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച പലതരത്തിലുള്ള ബാംബൂസ് പിന്നെ അവിടെ വളർന്നു നിൽക്കുന്നതാണ്. നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കണ്ടുപരിചയിച്ചിട്ടുള്ള ബാംബൂസ് അല്ല, വിദേശ ഇനത്തിൽപ്പെട്ടു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽപ്പെട്ട ബാംബൂസ്, അതായത് മുളകൾ പിന്നെ നമ്മുടെ തൃക്കേപ്പേറ്റയിലുള്ള ഉറവ് എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഫാമിൽ കാണാൻ സാധിച്ചു. അതേപ്പറ്റി വിശദമായിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. നിർഭാഗ്യവശാൽ എനിക്ക് എൻ്റെ ക്യാമറയുടെ മൈക്കിനകത്ത് അത് റെക്കോർഡ് ചെയ്യപ്പെടാതെ പോയതിനാണ് അദ്ദേഹം പറഞ്ഞതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളെല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അത് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഇതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ഒന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വെച്ചിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പല ബാംബൂസ ഇനത്തിൽപ്പെട്ടതും ഡെൻഡ്രക്കലാമസ് ഇനത്തിൽപ്പെട്ടതുമായിട്ടുള്ള ബാംബൂസാണ് പ്രധാനമായിട്ടുള്ളത്. ബാംബൂസ സ്ട്രിക്റ്റ, ബാംബൂസ ഡുൽക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള പല വിഭാഗത്തിൽപ്പെട്ട ബാംബൂസ് അവിടെ കാണാനിടയായി. നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ള കല്ലൻ മുളയുടെ അല്ലെങ്കിൽ മുള്ളുള്ള മുള മാത്രമല്ല മുളകൾ എന്നും പലതരത്തിലുള്ള പിന്നെയുള്ള മുളകൾ നമുക്ക് അദ്ദേഹം പരിചയപ്പെടുത്തി തന്നു. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില മുളകൾ എന്ന് പറഞ്ഞാൽ ഡെൻഡ്രക്കലാമസ് ഇനത്തിൽപ്പെട്ടിട്ടുള്ള ജൈൻജാൻറ്റസ് ആനമുള എന്ന് പറയുന്ന മുള. അതിനകത്ത് നമ്മൾ ഉള്ളളവ്, അതാണ് നമ്മൾ കാണുന്നത് അവിടെ. അതിൻ്റെ ഉള്ളളവ് വലുതാണ്. അത് ഒരുപാട് ആനയുടെ കാല് പോലെ വലിയ വലിപ്പത്തിൽ അത് 5 വർഷം കൊണ്ടൊക്കെ ആവും. അത് കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങൾക്കും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല വലിയ തരത്തിലുള്ള പിന്നെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന മുളകളിലൂടെയാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ലാത്തിമുള എന്ന് പറയുന്നതിനകത്തിൽപ്പെട്ട മുള. അത് അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങൾ പണ്ട് ലാത്തിയുടെ രൂപത്തിൽ ഈ മുള ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഈറ്റകൾ അവിടെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ബാംബൂസ് ഇനത്തിൽപ്പെട്ടിട്ടുള്ള വിദേശി ഇന്തോനേഷ്യൻ മുള നമുക്കിത് കാണാൻ സാധിക്കും. ശിഖരങ്ങൾ ഷൂട്ട് ചെയ്ത് പോകുന്നില്ല. സാധാരണ മുളകളുടെ തടിയിൽ നിന്ന് അതിനകത്ത് ഇത് ഷൂട്ടിങ് വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അത് കുറേ ഇലകളൊക്കെ ആയിട്ട് നമുക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുളയെ അത്ര കാര്യമായിട്ടൊന്നും വീട്ടുകാർ ആരും പരിഗണിക്കാത്തത്. പക്ഷേ ഇത് കണ്ട് ഇത്തരത്തിലുള്ള മുളകളൊന്നും അത്തരത്തിലുള്ള ശല്യങ്ങൾ ഉണ്ടാകുന്നില്ല. പകരം ഈ മുള വളരെ വലിയ രീതിയിൽ ഒരു കോളനിയായി നിന്നുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ മുകളിലോട്ട് വളരെ ഹൈറ്റിലത് പോവുകയാണ്. അതിന് ചുറ്റും നമുക്കൊരു ശല്യം ഉണ്ടാകുന്നില്ല. പക്ഷേ അതിൻ്റെ തായ്തടികൾ നമുക്ക് ഉപയോഗിക്കാനും വളരെയധികം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും സാധിക്കുകയും ചെയ്യും. ഇതൊക്കെ കൺസ്ട്രക്ഷൻ പർപ്പസിനോട് അദ്ദേഹം കാണിച്ചിരുന്ന മുളയുടെ പ്രത്യേകത ഉണ്ടോ? അതിന് ഉള്ളളവില്ല, പൊള്ളയല്ല, പൊള്ള വളരെ കുറവാണ്. അതിനാൽ തന്നെ അത് നമുക്ക് വളരെ കുറേ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തായ്തടി നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കിന് മുട്ടിയായിട്ടൊക്കെ വേണം ഉപയോഗിക്കാം. അതുപോലെ തന്നെ കഴുക്കോലായിട്ട് ഉപയോഗിക്കാം. അതുപോലെ പിന്നെ ഒരുപാട് ആവശ്യങ്ങൾ. ഇന്ന് നമ്മൾ മരങ്ങൾ ഒരുപാട് വെട്ടി നശിപ്പിക്കുന്ന ആ മരങ്ങൾ പിന്നീട് മരുന്നും ഈട്ടിയും മഹാഗണിയൊക്കെ ഉണ്ടായി വരാൻ ഒരുപാട് കാലം എടുക്കും. പിന്നെ അതേ ആവശ്യങ്ങൾക്ക് തന്നെ നമുക്ക് ഈ തരത്തിലുള്ള മുളകൾ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ബാംബൂസ് ഇനത്തിൽപ്പെട്ട പല വെറൈറ്റികൾ അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. കല്ലൻ മുളയിൽ തന്നെ പല രാജ്യങ്ങൾ, നമ്മുടെ നാട്ടിലെ മുളയാണ് കല്ലൻ മുള അല്ലെങ്കിൽ ഏണിമുള. ഈ കാണുന്ന മുള അതുപോലെ ഈറ്റ നമ്മുടെ നാട്ടിലെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. പക്ഷേ അതേ
അതിനെ അതിനെ അത് കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ കല്ലൻ മുളയൊക്കെ, ഈ ഏണിമുളയൊക്കെ. കാരണം അതിനകത്ത് നിന്നുള്ള ഷൂട്ട് ചെയ്ത് വരുന്ന അത് നമുക്ക് ശല്യം ഉണ്ടാക്കുന്നത്, അതിന് മുള്ളുകളുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള മുളകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിനൊന്നും മുള്ളുകളില്ല, തായ്തടിയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് വളരെയധികം ആവശ്യങ്ങളുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട സസ്യമായതുകൊണ്ട് തന്നെ ഒരു തടസ്സവുമില്ല പിന്നെ വളരുന്നതിന്. ഒരു ദിവസം തന്നെ 90 സെൻറ്റിമീറ്ററോളം മുളകൾ വളരും. മാത്രമല്ല ഇത് പ്രകൃതിക്ക് നൽകുന്ന വളരെ വലിയ ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തുകൊണ്ട് അത് കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തുകൊള്ളും. അതുകൊണ്ട് തന്നെ കാർബൺ ന്യൂട്രൽ ആക്കാൻ, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് മുളകൾ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. പിന്നെ ഇത് വളർത്തി കൊണ്ടുവരാൻ വേണ്ടി ശാസ്ത്രീയമായിട്ട് പ്രത്യേകിച്ച് വളങ്ങളോ പെസ്റ്റിസൈഡ്സുകളോ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല. ഇത് പ്രകൃതിയിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രകൃതിയിൽ നിന്നുള്ള ലവണങ്ങൾ തന്നെ വലിച്ചെടുത്തുകൊണ്ട് അതൊന്ന് വളർന്നുകൊള്ളും. അതിന് പ്രകൃതിയിൽ തന്നെ യാതൊരു ശത്രുക്കളുമില്ല അതിനെ നശിപ്പിക്കുന്ന. ഈ മുളകളുടെ ഇപ്പം നമുക്ക് കാണാം കല്ലമുള. ഇത് ജന്മദേശം ഇന്ത്യയാണ്. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളാണ് ഇതിൻ്റെ ജന്മദേശം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം കാണുന്നതാണ് ഈ മുള. ഈ മുളയുടെ സമീപത്തേക്ക് നമ്മൾ പോകാനേ തയ്യാറല്ല. കാരണം ഇതിൻ്റെ മുള്ളുകൾ കാരണം നമ്മൾക്ക് അപകടമുണ്ടാകും, അതിനകത്ത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്തേക്ക് പോകാത്തത്. പക്ഷേ ആ മുള പ്രകൃതിക്ക് നൽകുന്ന ഗുണം എന്തെന്ന് വെച്ചാൽ മണ്ണൊലിപ്പ് തടയും. നമ്മുടെ നദീതീർത്ഥങ്ങളിലൊക്കെ ഈ മുള നിൽക്കുന്നത് കൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാകാതെ, മണ്ണിടിഞ്ഞു പോകാതെ, വെള്ളപ്പൊക്കം സംഭവിക്കാതെ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ നാടിനെ സംരക്ഷിച്ചു നിർത്തും. ഇത് നട്ട് നശിപ്പിച്ച് കളയോ, ഇത് കളയാമെന്നും പറഞ്ഞ് കളയോ ചെയ്തു കഴിഞ്ഞാൽ ആ മുള ആ പ്രദേശം തന്നെ മണ്ണെടുത്ത് പോകാനാണ് സാധ്യത വെള്ളപ്പൊക്കം കൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മളങ്ങോട്ട് കയറി ചെന്നാൽ ഉപദ്രവമാവുമെങ്കിലും നമ്മൾ അതിനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിക്ക് അത് ദോഷമായിരുന്നു. അപ്പോൾ ഈ മുളകളൊക്കെ തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. കാരണം ഇത് നോക്കുക, അതിൻ്റെ തായ്തടികൾ ഒന്നും ഒരു തരത്തിലും മുള്ളുകളാൽ ചുറ്റപ്പെട്ടിട്ടില്ല. അതിൻ്റെ തടികൾ വളരെ മേലേക്ക് പോവുകയും മുകളിലാണ് അതിൻ്റെ ഇലകളൊക്കെ തന്നെ. അത് വളരെ ചെറിയ സ്ഥലത്ത് തന്നെ ഒരുപാട് പേര് കോളനി ആയിട്ടാണ് നിൽക്കുന്നത്. മുളയുടെ പ്രത്യേകത അതാണ്, ഒന്നിച്ചൊരു കോളനി ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരുകളൊക്കെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് മണ്ണൊലിപ്പിനെ തടഞ്ഞു നിർത്തും. മണ്ണൊലിച്ചു പോവില്ല. ഇത് കാറ്റ് പിടിച്ച് കാറ്റിനാൽ നമ്മുടെ ഒടിഞ്ഞു വീഴാനും സാധ്യതയില്ല. അങ്ങനെയുള്ള മുളകളൊക്കെയാണ് നമുക്ക് വിദേശം എന്നല്ല, നമ്മുടെ വിവിധ കാലാവസ്ഥകളിൽ ജീവിക്കുന്ന മുളകളാണത്. അപ്പോൾ ഈ മുളയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വാക്കിംഗ് ബാമ്പു ആണ്. എന്ന് പറഞ്ഞാൽ ഒരു മുള ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഷൂട്ട് ചെയ്യുന്നത് ഒരു 2 അടി ഒരു കൈ അകലത്തിലാണ് മറ്റൊരു മുള. അതായത് ചില പാർക്കിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അത് കുറച്ച് അകന്ന് നിൽക്കുക. അതിനിടയിൽ കൂടെയൊക്കെ ഓടിക്കളിക്കാനും പിടിച്ചുകൊണ്ട് നടക്കാനും ഒക്കെയാണ് സാധിക്കും. എന്ന് പറഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാക്കും. പാർക്കിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ഭംഗിയാണത് കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ തടിയും വളരെ കനമുള്ളത് കൊണ്ട് നമുക്ക് തഴിക്കോലൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇത്തരം ബാംബൂസൊക്കെ തടികൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എങ്ങനെ ശാസ്ത്രീയമായിട്ട് മുളകൾ വളർത്താം, മുളകളുടെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. ശാസ്ത്രീയമായിട്ടുള്ള മുളകളുടെ ഉൽപ്പാദനവും അതിൻ്റെ വളർച്ചയും ഒക്കെ തന്നെ പറഞ്ഞു തന്നു. ഈറ്റ പോലുള്ള മുളകൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതൊരു ഇന്തോനേഷ്യൻ ഐറ്റമാണ് ഈ മുള. ഇത് നമ്മുടെ നാട്ടിലെ കല്ലമ്പുളയ്ക്ക് സമാനമായിട്ടാണ്. പക്ഷേ അത്രയും അധികം മുള്ളുകളൊന്നും കാണുന്നില്ല. വളരെ ഉള്ളളവുണ്ട് ആ മുളയ്ക്ക്. വളരെ കട്ടിയാണ് ആ മുള.
അത് നമ്മുടെ വാണിജ്യ അടിസ്ഥാനത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു മുളയാണ് ഈ കാണുന്ന മുള എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കാണിച്ചിരിക്കുന്ന ആ മുളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മുളയ്ക്ക് ഉള്ളിൽ പൊള്ളയല്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് വളരെ ദൃഢമാണ് ആ മുള. അതുകൊണ്ട് തന്നെ നമുക്കത് ഏത് പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. കാതലുണ്ട് ആ മുളയ്ക്ക്. ഉള്ളിൽ പൊള്ളയാണെങ്കിൽ നമുക്കൊരു സംശയം, ആ മുളയ്ക്ക് ഉള്ളിൽ പൊള്ളയായതുകൊണ്ട് അതിനകത്ത് കുത്തൽ കയറാം, അല്ലെങ്കിൽ പിന്നെ അത് ബലം കുറയാം. പക്ഷെ അതിന് പിന്നെ ഉള്ളിൽ പൊള്ള അല്ലാത്ത ഒരു മുളയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ഏണിക്ക് വേണേൽ ഉപയോഗിക്കാവുന്ന അധികം മുള്ളില്ലാത്തൊരു മുളയാണ് പരിചയപ്പെടുത്തിയത്. ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു മുള. ഇതിൻ്റെ ഹൈറ്റാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. വളരെ വലിയ ഹൈറ്റിലാണ് ആ മുള പോയിട്ടുള്ളത്. അത് തോട്ടിയൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മുളയാണ്. അത് ചെറിയ സ്പേസിൽ വളരെയധികം പിന്നെ മുളക് കൂട്ടം കൂടി നിൽക്കുന്ന ഒരു ഇനസിൽപ്പെട്ട ഒരു ബാംബൂസയാണത്. അതായത് താഴെ നിന്ന് തന്നെ വളരെയധികം ഷൂട്ടുകൾ ഉണ്ടായിട്ട് ആ ഷൂട്ടുകൾ മേലേക്ക് ചെല്ലുമ്പോൾ അത് വിടർന്ന് അത് പിന്നെ ഇല വിടർത്തി നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ കാണുന്നത് ഗോൾഡൻ ബാമ്പുമാണ്. നമുക്ക് അവിടെ നിന്ന് ഇന്ന് കേരളത്തിലെ പ്രത്യേകിച്ച് ചില മേഖലകളിലൊക്കെ തന്നെ ഗോൾഡൻ ബാമ്പു ഓർണമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ കള്ളൻ മുള. ഇതിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ എപ്പോഴും കാണുന്ന, എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു മുളയാണ്. നമ്മുടെ നദിയുടെ പക്കത്തിലും നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ സ്ഥലങ്ങളിലൊക്കെ കാണും. ഇത് നമ്മൾ വെട്ടിക്കളയുകയും ചെയ്യും. കാരണം അത് കളയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ശരിക്കും ഒരു വിളയാണ് നമ്മുടെ മുള എന്നുള്ളതാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ ഗോൾഡൻ ബാമ്പു. നമ്മുടെ വാണിജ്യ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ തടി നമുക്ക് ഉപയോഗിക്കാം. ഇത് വളരെ ഭംഗിയാണ് കാണാൻ. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വളർത്തിയാലും ഒരു മോശം പറയാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഇത് വളർന്ന് നിൽക്കാൻ. ഇതിൻ്റെ പല ഉയരത്തിൽ പോകുമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇത് വെട്ടി ഇതിനെ നിയന്ത്രിച്ച് നിർത്താനും സാധിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും ഭംഗിയാണ് അതിൻ്റെ കളർ. അത് മഞ്ഞ നിറത്തിൽ കാണുന്ന ആ മുളയുടെ ആ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ് ലാത്തിമുള എന്ന് പറയും. ലാത്തിമുള ഇതുപോലെ തന്നെ ഓർണമെൻ്റൽ പർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. കാരണം ദൂരെ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഇലകൾ വളരെ ലോലമാണ്. അതുപോലെ തന്നെ ആ മുളകൾ വളരുന്നത് വളരെ കൂടിച്ചേർന്നിട്ടാണ്, വളരെ ഉയർത്തി പോവുകയും ചെയ്യും. അത് നമുക്കും വാണിജ്യ അടിസ്ഥാനത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അലങ്കാരം എന്നതിലും ഉപയോഗിക്കാൻ സാധിക്കും ലാത്തിമുള. മുളകളെ പറ്റി പറയുന്നത് പാവപ്പെട്ടവൻ്റെ തടി, ഹരിത സ്വർണം, 1000 ആവശ്യങ്ങൾ, 1000 കണക്കിന് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തടി എന്നൊക്കെയാണ് നമ്മൾ മുളകളെ പറ്റി സാധാരണഗതിയിൽ പറയാറ്. തീർച്ചയായും അത് അന്വർത്ഥമാകുന്ന കാര്യങ്ങളാണ് സുധീഷ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ കൃത്യമായിട്ട് എനിക്ക് എത്തിക്കാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ട്. കാരണം സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ ശാസ്ത്രീയമായിട്ടും സാങ്കേതികമായിട്ടും പ്രായോഗികമായിട്ടും മുളകളുടെ ഉപയോഗങ്ങൾ എന്താണെന്നും അതിൻ്റെ വളർത്തേണ്ട പ്രാധാന്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വിശദീകരിച്ച് തരികയുണ്ടായി. അപ്പോൾ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 2 മുള അദ്ദേഹത്തിൻ്റെ നേഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകാൻ ഞാൻ തീരുമാനിക്കുകയുണ്ടായി. അത് ബ്രീഡിങ്, മുളകളുടെ ബ്രീഡിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്.
ഒരേക്കർ സ്ഥലത്തോളം ഉപയോഗിച്ചിട്ടുള്ളൂ ആ മുള അത് പല വെറൈറ്റികൾ, ഏകദേശം 60ഓളം വെറൈറ്റികൾ മുളകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ഫാമിൻ്റെ സന്ദർശനത്തിന് ശേഷം നമ്മൾ ഇനി അവരുടെ പിന്നെ നഴ്സറിയിലേക്ക് പോവാം. നമുക്ക് ഇവിടെ വെറൈറ്റീസ് ആയിട്ടുള്ള പല മുളകളും കണ്ടു. 60 തരത്തിലുള്ള മുളകൾ വളർന്നു നിൽക്കുന്നത് കണ്ടു. ഇനിയിപ്പോൾ അതിൻ്റെ നഴ്സറി, ഇവരുടെ ഇതിനെ ബ്രീഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ പോയി. അവിടെ കണ്ടപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫാമിൽ കണ്ട എല്ലാ തരത്തിലുള്ള മുളകളുടെയും ബ്രീഡുകൾ, ഇതിൻ്റെ മുളകൾ തൈകൾ ഇവിടെ ലഭ്യമാണ്. ഇവിടെ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ എനിക്ക് ആ ഫാം സന്ദർശിക്കാൻ ഇഷ്ടപ്പെട്ട 2 മുളകളിൽ ഒന്ന് ഡെൻട്രിക്കുലസ് ജൈൻറ്റാൻറ്റസ് എന്ന് പറയുന്ന ആനമുളയാണ്. വളരെ മനോഹരമാണ് കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ വാണിജ്യ ആവശ്യങ്ങളും, അതും ഞാനിപ്പോൾ ശരിക്കും പാവപ്പെട്ടതിൻ്റെ തടി എന്ന് അന്വർത്ഥമാകുന്ന മുള ഈ ആനമുളയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നതായിട്ട് ആനമുളയെ പറ്റി പറയാനുള്ളത്. അപ്പം അത് ഒന്ന് ഓർഡർ ചെയ്തു. പിന്നൊന്ന് ലാത്തിമുള, അതും ഓർഡർ ചെയ്തു. രണ്ടും വീട്ടിലേക്ക് എത്തും ഉടൻ തന്നെ. ഇനി അവരുടെ പിന്നെ ഇതായിട്ട്, അതായത് അവരുടെ ക്രാഫ്റ്റുകൾ, മുള കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള കരകൗശല സാധനങ്ങളും അലങ്കാര വസ്തുക്കളും ഒക്കെ തന്നെ കാണാൻ സാധിച്ചു. പലതരത്തിലുള്ള, അതായത് ചെറിയ മുള നാഴി തൊട്ട് പിന്നെ വലിയ ലൈറ്റിൻ്റെ ഹോൾഡർ വരെയുള്ള സാധനങ്ങളും ഓഫീസുകൾ അലങ്കരിക്കാൻ പറ്റിയിട്ടുള്ള ഇതുകളും ഒക്കെ തന്നെ കാണാൻ സാധിച്ചു. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു അത്. അപ്പോൾ മുളകൾ എത്രമാത്രം ഉപകാരപ്രദമാണ് എന്നുള്ളത് അതിൻ്റെ ഒരു നേർസാക്ഷ്യമായിരുന്നു ഈ കരകൗശല വസ്തുക്കളുടെ കാഴ്ചകൾ. വിദേശ രാജ്യങ്ങളിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണിത് അവർ നിർമ്മിച്ചിട്ടുള്ളത്. തൂക്കുവിളക്കുകളും മൺചിരാതുകളും ഒക്കെ തന്നെ തൂങ്ങിക്കിടക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കണ്ണാടികൾ, പിന്നെ ചിരട്ടകൾ, തവികൾ, അതുപോലെ തന്നെ വളകൾ, അലങ്കാര ആഭരണങ്ങൾ, ഇതെല്ലാം തന്നെ എനിക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഓഫീസ് പൂർണ്ണമായിട്ടും ഒരു മുള ഓഫീസായിട്ടാണ് കാണുന്നത്.
അവിടുത്തെ കാഴ്ച കണ്ടിറങ്ങിയതിന് ശേഷം നേരെ ചെന്നത് ഒരു 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 സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ, വയനാടൻ സുഗന്ധവ്യഞ്ജനമൊക്കെ വിടുന്ന ഒരു ഓഫീസാണ്. ആ കടമുറി സന്ദർശിച്ചപ്പോൾ അവിടെ കാണുന്നത് മുളകൾ കൊണ്ടാണ് അതിൻ്റെ തട്ടുകളൊക്കെ, സാധനങ്ങൾ വെക്കുന്ന തട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ആ തട്ടുകൾ ഒക്കെ തന്നെ നമുക്ക് മുളകൾ കൊണ്ട് മാത്രം തട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതും വളരെ കൗതുകകരമായി തോന്നി. അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന ലാത്തിമുളയും ആനമുളയും നമ്മുടെ അവിടുന്ന് കൊറിയർ അയക്കുകയാണ് ചെയ്യുക. നമ്മൾ അതിന് മുമ്പ് അവർ അയക്കുന്നത് എന്താ പറയുക, ചകിരിച്ചോറിനകത്താണ് അതിൻ്റെ വേര് ഇറക്കി വെച്ചിട്ടാണ് അയക്കുക, മണ്ണ് പൂർണ്ണമായും മാറ്റിയിട്ട്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വന്ന ഉടൻ തന്നെ ഗ്രോ ബാഗിലേക്ക് മാറ്റി അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗ്രോ ബാഗ് ഒരുക്കുകയാണ്. അപ്പോൾ ഗ്രോ ബാഗിലേക്ക് ചാണകപ്പൊടിയും മണ്ണും കലർന്ന ഒരു വളക്കൂട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് വന്ന ഉടനെ തന്നെ അത് വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഓൾറെഡി നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ 2 ഗ്രോ ബാഗ് തയ്യാറാക്കും. ഒന്ന് ആനമുളയ്ക്കും മറ്റൊന്ന് ലാത്തിമുളയ്ക്കും വേണ്ടിയിട്ടുള്ള ഗ്രോ ബാഗുകൾ തയ്യാറാക്കി. വരുമ്പോൾ തന്നെ നമ്മൾ അത് അൺബോക്സ് ചെയ്തിട്ട് അത് ഉടൻ തന്നെ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് ഫീഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കൊറിയറിലാണ് വരുന്നത്. കൊറിയർ ചാർജ് നമ്മൾ അടച്ചിട്ടുണ്ട്. മാമ്പൂവിൻ്റെ വിലയും കൊറിയർ ചാർജ് അടച്ചു കഴിഞ്ഞാൽ അത് ഭദ്രമായി അവർ കൊറിയർ ചെയ്ത് തരും. അപ്പം ബാംബൂസ് നമ്മൾ ഓർഡർ ചെയ്തത് എത്തിക്കഴിഞ്ഞു. നമ്മളിതാ നോക്കുക, അത് അവർ ചകിരിച്ചോറിനകത്ത് പൊതിഞ്ഞിട്ട് 2 ബാംബൂസ് 2 ലാത്തിമുളയും അതുപോലെ തന്നെ ആനമുളയും ഒന്നിച്ച് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കി, എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഉടൻ തന്നെ മണ്ണിലേക്ക് മാറ്റണം. നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഗ്രോ ബാഗിലേക്ക് ഇത് മാറ്റാൻ വേണ്ടി പോകണം. ഈ ഒരു പാക്കറ്റിലാണ് അത് അയച്ചു തന്നെ, വളരെ ഭദ്രമായിട്ടാണ് അയച്ച് കിട്ടിയിട്ടുള്ളത്. ഇനി അത് ശ്രദ്ധാപൂർവ്വം അത് അൺബോക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ബാംബൂസ് 2 വേർതിരിച്ചെടുക്കണം. ആനമുളയും ലാത്തിമുളയും വേർതിരിച്ചിട്ട് അത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഗ്രോ ബാഗിലേക്ക് ഇറക്കി വെക്കണം. അതിനുശേഷം അതിന് വെള്ളം നിൽക്കണം. ആദ്യം നമ്മൾ ലാത്തിമുള അങ്ങനെ മാറ്റി വെച്ചു, ആനമുളയെ മാറ്റി, അത് ലാത്തിമുളയെ നമ്മൾ ഗ്രോ ബാഗിലേക്കൊക്കെ മാറ്റി, ആനമുളയെ നമ്മൾ മാറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിന് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിതിന് വളം പ്രത്യേകിച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടി ചേർത്തതാണ്, മണ്ണ് ആണ് അതിനകത്താണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് ആദ്യമായിട്ട് നമ്മൾ നനച്ച് കൊടുക്കുക. പുതുമഴ വരുന്നിടം വരെ ഒന്ന് നനച്ച് കൊടുക്കുക. പുതുമഴയ്ക്ക് ശേഷം ഇത് തന്നെ വളർന്നു വയ്ക്കോളും. അങ്ങനെ നമ്മുടെ മുളക്കുട്ടന്മാരുടെ ആദ്യത്തെ ഫീഡിങ് ലഭിക്കുന്നു. അവരത് ഡാൻസ് കളിക്കുന്നു, നല്ല സന്തോഷത്തോടെ അത് സ്വീകരിച്ചിരിക്കുന്നു. ഇനി ആദ്യമായിട്ട് കുറേ 2 ദിവസത്തെ ക്ഷീണമായ യാത്രയ്ക്ക് ശേഷം അവർ വീണ്ടും ഉത്സാഹഭരിതരായി ഇരിക്കുകയാണ്. വളരെ ആവേശത്തോടു കൂടിയിട്ട് വെള്ളം നനച്ച് കൊടുക്കുന്നതിന് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ആ മുള വളരെ വേഗതയിൽ വളർന്നുകൊള്ളും. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 90 സെൻറ്റിമീറ്ററോളം ഒരു ദിവസം വളരുന്ന ആണ് മുളയുടെ പ്രത്യേകത. ഫീഡിങ് കൊടുത്താൽ മഴ സമയത്ത് വരെ കൊടുക്കേണ്ടതുള്ളൂ. അതിനുശേഷം ഇതിനകത്ത് ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ വളർന്നു വന്നോളും. പശുവൊന്നും കയറി നിന്ന് നശിപ്പിക്കാതെ നോക്കിയാൽ മതി. ബാക്കി ഇത് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരു തരത്തിലുള്ള നാച്ചുറൽ അറ്റാക്കിനും വിധേയമാവില്ല, വളർന്നു പൊയ്ക്കോളും. നമുക്കിനകത്ത് യാതൊരു തലവേദന എടുക്കേണ്ട ആവശ്യമില്ല. തന്നെ വളർന്ന് പന്തലിച്ച് കയറിക്കോളും. പ്രത്യേകിച്ച് പരിഗണനത്തിൻ്റെ ആവശ്യമില്ല. എന്തായാലും ബാംബൂസ് 2 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വളർച്ചാ കാലഘട്ടമാണ്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ബാംബു വളർന്ന് വലുതാകട്ടെ. അതിനുശേഷം നമുക്ക് ഇതിൽ ബാംബൂസിൻ്റെ കൂടുതൽ വിവരങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ റിസർച്ച് നടത്തി അത് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.